ഹലോ മങ്സ് വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് ആണ്. അപ്പോൾ സോണി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് ആണ്. കഴിഞ്ഞ നമ്മുടെ ടെസ്റ്റ് നെറ്റിൻ്റെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സോണിയത്തിൻ്റെ വീഡിയോ ചെയ്യുമോ, സോണിയത്തിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇത് വൈകിട്ടൊന്നുമില്ല, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഞാൻ ഇതിന് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ഡ്രോപ്പിനെ കുറിച്ച് നമുക്കറിയാം. അതായത് സോണി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു വെബ് 3 ഒരു വരവാണ് ഈ സോണി എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒ പി സ്റ്റാക്കിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമസ് നെറ്റ്വർക്കിൻ്റെ ടോപ്പിലാണ് സോണിയൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് ഇപ്പോൾ ലൈവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ടാസ്കുകളാണ് ചെയ്യാൻ പോകുന്നത്. വലിയ മലമറിക്കുന്ന പരിപാടിയൊന്നുമില്ല, വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾക്ക് മുന്നേ ചെയ്തിരുന്ന നമ്മൾക്ക് കുറച്ച് ചെയിൻ ബേസ്, അതുപോലെ തന്നെ ഡോൺ നെറ്റ്വർക്ക്, അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോൺ നെറ്റ്വർക്ക് ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ടോട്ടൽ ഏണിംഗ് എന്ന് പറയുന്നത് ഒരു 65,000 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എല്ലാ ദിവസവും ഓണാക്കി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ അത് ചെയ്യുക. ഒരു ഗ്രാസ് പോലത്തെ ഒരു എയർ ഡ്രോപ്പ് ആണിത്. അപ്പോൾ എന്തായാലും നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു ഏണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സോണിയത്തിൻ്റെ എയർ ഡ്രോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാനുള്ളത്, ഞാനിതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൂടെ വെക്കാം. അപ്പോൾ നമ്മൾ ലെയർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിലാണ് നമ്മളിതിൻ്റെ ക്വസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ലെയർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മൂവ്മെൻറ്റ് ലാബ്സിൻ്റെ ടെസ്റ്റ് നെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ ചെയ്തിരുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, ഗാലക്സി എന്ന് പറഞ്ഞിട്ട്. ആ ഗാലക്സി പോലത്തെ വേറൊരു സൈറ്റാണ് ഇതുപോലെ ടെസ്റ്റ് നെറ്റിൻ്റെ കുറേ ടാസ്കുകളും ഒക്കെ ചെയ്യാനുള്ള ഒരു സൈറ്റ് പോലെയാണ് ലെയർ 3 എന്ന് പറയുന്നത്. നിങ്ങളങ്ങനെ ലെയർ 3 സൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ മേലെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ആദ്യം ഇവിടെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലുള്ള ക്വസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വലിയ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ലെയർ 3 ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യണം. വാലറ്റ് കണക്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്യുക. അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ടാസ്കിലേക്ക് നമ്മൾ കടക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിവിടെ സെർച്ച് ബട്ടണിൽ വന്നിട്ട് സോണിയം എന്ന് വെറുതെ സെർച്ച് ചെയ്താൽ മതി. SON എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോണിയത്തിൻ്റെ ഒരു ക്വസ്റ്റ് കിട്ടും. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ രണ്ടൊരു പേജ് കാണാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ടാസ്കുകൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവരെ കാണാൻ പറ്റും 95,000 പേര് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള ടെലഗ്രാമിലെ എയർ ഡ്രോപ്പ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള യൂസേഴ്സ് എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ആൾക്കാരാണ്. 20-30 മില്യൺ ആൾക്കാരുകളൊക്കെയാണ് അവിടെ നമുക്ക് യൂസേഴ്സ് ആയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഇവരുടെ സോണി എന്ന് പറഞ്ഞാൽ ഈ ലെയർ 3 സൈറ്റിൽ വന്നിട്ട് ഫിനിഷ് ചെയ്തിട്ട് 95,000 പേരാണ്. കുറേ പേര് ഇവരുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ബ്രിഡ്ജ് എന്ന ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കും കുഴപ്പമില്ല, അവരെ നമുക്ക് കൗണ്ട് നമുക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ലെയർ 3 എന്ന സൈറ്റിൽ ഇത്രയും പേരാണ് നമുക്ക് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോണിയത്തിൻ്റെ ഫസ്റ്റ് എയർ ഡ്രോപ്പിൻ്റെ ടാസ്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സോണിയ മിനാറ്റോ ടെസ്റ്റ് നെറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്, സോണി എത്തിരിയൻ ലെയർ 2 ബ്ലോക്ക് ചെയിൻ സ്റ്റാർട്ട് ലാബ് എന്തൊക്കെ കുറേ തന്നെ. അപ്പോൾ നമ്മൾ വായിക്കുക. അതിനുശേഷം അത് നെക്സ്റ്റ് അടിച്ച് പോവുക. OP സ്റ്റാക്കിലാണ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോണിയൻ ലോഞ്ച് പാർട്ട്നേഴ്സ്, ഇവരുടെ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കൊണ്ടില്ല, അപ്പോൾ ടിക്ക് വീണു. ഇനി അടുത്ത് ബ്രിഡ്ജ് ടു സോണിയം ടെസ്റ്റ് നെറ്റ് ആണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റും, ഓപ്പൺ സോണിയം ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എതീറിയം എന്ന് പറഞ്ഞൊരു കോയിൻ വേണം. എതീറിയം എന്ന് പറഞ്ഞ കോയിൻ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് ഒറിജിനലായിട്ട് നമുക്ക് എതീറിയം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് ചിലവില്ല. പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്യുന്ന ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ അല്ല. അതിന് പകരമായിട്ട് അവരൊരു ടെസ്റ്റ് നെറ്റ്, അവരുടെ സെറ്റപ്പുകളൊക്കെ ഒന്ന് ട്രയൽ ആൻഡ് എറർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എന്ത് വേണം, നമ്മൾ ടെസ്റ്റ് നെറ്റ് ടോക്കണായ എതീറിയം എന്ന് പറഞ്ഞ ടോക്കൺ കൊണ്ടുവരണം. അത് ഏതിലുള്ളതായിരിക്കണം, സെപ്പോളിയ നെറ്റ്വർക്കിലുള്ളതായിരിക്കണം. സോ അത് കിട്ടാനായിട്ട് നമുക്ക് ഇൻഫുറ, ആൽക്കമി, ക്വിക്നോഡ് ഇങ്ങനത്തെ കുറേ സൈറ്റുകളിലൊക്കെ പോയി എന്ത് കിട്ടും, നമുക്ക് എതീറിയത്തിൻ്റെ ടെസ്റ്റ് ടോക്കൺ കിട്ടും. അപ്പോൾ അതിന് മുന്നായിട്ട്, ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ. മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഇതുവരെ ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്രോമിൻ്റെ വെബ് സ്റ്റോറിൽ പോവുക, മെറ്റാമാസ്ക് സെർച്ച് ചെയ്യുക, ആഡ് ടു ക്രോം കൊടുക്കുക. അതിനുശേഷം ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ പാസ് ഫ്രേസ് കാണിക്കും, അത് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നെറ്റ്വർക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ നെറ്റ്വർക്കൊക്കെ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ലെയർ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ടെസ്റ്റ് നെറ്റ് ടോക്കൺ വേണം എതീറിയത്തിൻ്റെ. അപ്പോൾ ഇവിടെ കുറച്ച് സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഫൂറ, ആൽക്കമി, ക്വിക്നോഡ് എന്ന സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫൂറ, ആൽക്കമി, ക്വിക്നോഡൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ ആൽക്കമി ആയാലും അതുപോലെ തന്നെ ഇൻഫൂറ ആയാലും ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ എതീറിയം മെയിൻ നെറ്റിൽ, അതായത് നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ എതീറിയം മെയിൻ നെറ്റിൽ എന്ത് വേണം, 0.001 എതീറിയമെങ്കിലും വേണം. അതായത് ബോട്ട് അക്കൗണ്ടൊക്കെ കളയാനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എതീറിയം അങ്ങോട്ട് അയക്കേണ്ടി വരും. അക്കൗണ്ട് ഉണ്ടാക്കിയത് തന്നെ വെറുതെ നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ
ക്വിക്ക് നോഡിലും ഇതേ കൺസെപ്റ്റ് തന്നെയാണ് 0.01 എതീറിയം തന്നെ വേണ്ടിവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എതീറിയം സെപ്പോളിയ നെറ്റ്വർക്കിലേക്ക് എതീറിയം സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, നമ്മളിവിടെ ചെയിൻ ലിങ്കിൻ്റെ ഒരു സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ മെറ്റാമാസ്കിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം സെപ്പോളിയ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് തരണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ ഒരു ആരോ മാർക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഷോ ടെസ്റ്റ് നെറ്റ് കാണാൻ പറ്റും. അത് നമ്മൾ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ സെപ്പോളിയ കാണാൻ പറ്റും. ആ സെപ്പോളിയ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, സെപ്പോളിയ നെറ്റ്വർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പോളിയ നെറ്റ്വർക്ക് ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഈ സൈറ്റ് എടുക്കുമ്പോൾ കണക്ട് വാലറ്റ് എന്നോട് കാണാൻ പറ്റും. ആ കണക്ട് വാലറ്റ് കൊടുക്കുമ്പോൾ കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ എതീറിയം സെപ്പോളിയ ചിലപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആകെ എതീറിയം സെപ്പോളിയ മാത്രം പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എതീറിയം സെപ്പോളിയത്തിലേക്ക് നിങ്ങൾക്ക് 0.1 എതീറിയമാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ കൊടുക്കുന്നത് എന്താണ്, 25 ലിങ്കാണ്. അപ്പോൾ ലിങ്ക് അല്ല നിങ്ങൾക്ക് വേണ്ടത്, എതീറിയമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഗെറ്റ് ടോക്കൺസ് കൂടെ കാണാൻ പറ്റും. ഗെറ്റ് ടോക്കൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ഇതിന് പകരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്, ഞാനിവിടെ ഓൾറെഡി ക്ലെയിം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തും. 12 അവറിൽ 0.1 എതീറിയമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണക്ട് വിത്ത് ജിറ്റ് ഹബ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ജിറ്റ് ഹബ് ഓർ ഗിറ്റ് ഹബ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഗിറ്റ് ഹബ് എന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഗിറ്റ് ഹബ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലുള്ളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സാധനങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് പ്രോജക്റ്റാണ് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷനൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡ് കിട്ടും. ആ യൂസർ നെയിമും പാസ്വേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതായത് എതീറിയം സെപ്പോളിയ എടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ ലോഗിൻ വിത്ത് ഗിറ്റ് ഹബ് എന്ന് കാണാൻ പറ്റും. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കണ്ടിന്യൂ വിത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കണക്റ്റ് ആവും. കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗെറ്റ് ടോക്കൺസ് എന്ന ബട്ടൺ കാണാൻ പറ്റും. 12 അവറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0.1 എതീറിയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ക്ലെയിം ചെയ്ത് കാരണം എന്ത് ചെയ്യണം, എൻ്റെ മെറ്റാമാസ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, 0.1 എതീറിയം സെപ്പോളിയ എതീറിയം കാണാൻ പറ്റും. ഇതിനൊരു മോണിറ്ററി വാല്യൂ ഇല്ല, വളരെ ഒന്നുമില്ലാത്തൊരു ടെസ്റ്റ് ടോക്കൺ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ടോക്കൺ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇനി ബ്രിഡ്ജ് ചെയ്യണം. ബ്രിഡ്ജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെയിനിൽ നിന്ന് മറ്റൊരു ചെയിനിലേക്ക് എന്ത് ചെയ്യുക, ഏതെങ്കിലും ടോക്കണെ മാറ്റുക. അപ്പോൾ നമ്മൾ ഓപ്പൺ സോണിയം ബ്രിഡ്ജ് എന്ന സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ സോണിയം ബ്രിഡ്ജിൻ്റെ സൈറ്റിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് വാലറ്റ് കാണാൻ പറ്റും. കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുക. മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മുടെ മെറ്റാമാസ്ക് ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെപ്പോളിയ നെറ്റ്വർക്കിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെപ്പോളിയ നെറ്റ്വർക്കിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പോളിയ നെറ്റ്വർക്കിലൂടെ ബാലൻസ് കിടക്കുന്നുണ്ട് 0.01 എതീറിയം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മിനാറ്റോ നെറ്റ്വർക്കിലേക്ക് എന്ത് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കാൻ പോകുന്നത് 0.001 ആണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി 0.01 ഉണ്ട്. ഞാനിപ്പോൾ 0.1 $26 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് റിവ്യൂ ഡെപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റും, എസ്റ്റിമേറ്റഡ് ഫീ ആയിട്ട് എനിക്ക് 0.03 പോകുന്നുണ്ട്. $103 എനിക്ക് എസ്റ്റിമേറ്റഡ് ഫീ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 12 ആവുള്ളൂ, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് ഈ ഒരു ചെയിൻ ലിങ്ക് എന്ന സൈറ്റ് വഴി എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇത് ചെയ്താൽ മതി. അപ്പോൾ ഒരു 0.2 ഒക്കെ ആവുമല്ലോ. അതിനുശേഷം വേണമെങ്കിൽ 0.1 ചെയ്തോ. അപ്പോൾ നമുക്ക് ഒരു എസ്റ്റിമേറ്റഡ് ഫീ കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഒറിജിനൽ പൈസ അല്ലാണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ റിവ്യൂ ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. റിവ്യൂ ഡെപ്പോസിറ്റിന് ശേഷം ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എത്ര മിനിറ്റ് എടുക്കുന്നു, 3 മിനിറ്റ് എടുക്കുന്നത് മതി. അപ്പോൾ ഞാൻ ഇനീഷ്യേറ്റീവ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ മെറ്റാമാസ്ക് തുറന്ന് നമുക്ക് സൈൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യുക. അപ്പോൾ നമുക്കൊരു 3 മിനിറ്റിന് ശേഷം എന്തായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഡെപ്പോസിറ്റ് ഇവിടെ ഇനീഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ മിനാറ്റോയിൽ റിസീവ് ചെയ്യണം. ഞാൻ വെറുതെ ഗോ ടു ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പ്രോഗ്രസ്സിംഗ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എസ്റ്റിമേറ്റഡ് ടൈം 3 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിയുന്നവരെ എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓരോ ചെയിൻ അനുസരിച്ച്, ഓരോ ബ്ലോക്ക് ചെയിൻ അനുസരിച്ച് സ്പീഡും പലതരത്തിൽ ഡിഫറൻ്റ് ആയിരിക്കും. എതീറിയം മെയിനെറ്റിലാണെങ്കിൽ നല്ല സമയം എടുക്കും. പക്ഷെ അന്നേരം നമ്മൾ വേറെ കുറച്ച് എതീറിയത്തിൻ്റെ ടോപ്പ് സ്റ്റാക്കിലുള്ള വേറെ നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒ പിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം എടുക്കില്ല. പക്ഷേ ഈ നെറ്റ്വർക്കിൽ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്ര ടൈം എടുക്കുന്നത്. ഇനി ചിലപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് ഇതിലും കൂടുതൽ ടൈം എടുക്കാം. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കുന്ന ചില ടാസ്കുകളൊക്കെ ഉണ്ട് ചില ടെസ്റ്റ് നെറ്റ്വർക്കിൽ. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം എന്ത് ചെയ്തു, എനിക്കിവിടെ കാണാൻ വരുന്നുണ്ട് റിസീവ്ഡ് ഓൺ മിനാറ്റോയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് ടു ബ്രിഡ്ജ് കൊടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി സെപ്പോളിയിൽ നിന്ന് മിനാറ്റോയിലേക്ക് ബ്രിഡ്ജ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നേരെ തിരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നടുവിൽ ഒരു സ്വിച്ച് നെറ്റ്വർക്ക് കാണാൻ പറ്റും, മിനാറ്റോയിൽ എടുക്കുക. അപ്പോൾ നമ്മൾ മിനാറ്റോ വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആ നെറ്റ്വർക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെറ്റാമാസ്കിൽ ആഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി മിനാറ്റോ നെറ്റ്വർക്ക് എന്ത് ചെയ്തു, നമ്മുടെ മെറ്റാമാസ്കിൽ ആഡ് ആയി കഴിഞ്ഞു. അപ്പോൾ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ ഞാൻ മിനാറ്റോ നെറ്റ്വർക്കിലാണ്. മിനാറ്റോ നെറ്റ്വർക്കിൽ എന്തുണ്ട്, ഞാൻ അവിടെ നിന്ന് അയച്ച 0.01 എതീറിയം എനിക്കിവിടെ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത്, ഞാൻ ഇതേ എതീറിയം എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ സെപ്പോളിയിലേക്ക് ഞാൻ വീണ്ടും അയക്കുകയാണ്. 0.01
എത്രയെങ്കിലും അയക്കും. അപ്പോൾ 0.01 അടിച്ച് നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് കവർ ചെയ്യലാൻ വേണ്ടത്. ഞാൻ 0.1 അയക്കണം. അപ്പോൾ അത്രയും അയച്ചുമ്പോൾ എന്താണ് $2 അയക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ഗ്യാസ് ഫീസ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ റിവ്യൂ വിഡ്രോ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് 60 മിനിറ്റ്സിനാന്ന് പറയുന്നത്, 60 മിനിറ്റ്, 1 മണിക്കൂറോട് എടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യേറ്റ് വിഡ്രോ കൊടുക്കണം. ടൈം എടുക്കും എന്തായാലും. അപ്പോൾ നമ്മൾ നേരെ മെറ്റാമാസ്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യണം, ഈ ട്രാൻസാക്ഷൻ നമ്മൾ അപ്രൂവ് ചെയ്യണം. ഓപ്പണായി വന്നു. അത് നമ്മൾ കൺഫേം കൊടുക്കുക. ഞാൻ ഗോ ടു ട്രാൻസാക്ഷൻ അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മിനാറ്റോ ടു സെപ്പോളിയ എന്ന ട്രാൻസാക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ശേഷം നമുക്ക് എന്തുള്ളൂ ഇത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും വന്നിട്ട് വെരിഫൈ കൊടുക്കുകയാണ്. വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് നെറ്റ് നമ്മൾ ബ്രിഡ്ജ് ചെയ്തു ഓൾറെഡി. അപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നമ്മൾ ഓൾറെഡി എവിടെ നിന്നാണ് ബ്രിഡ്ജ് ചെയ്തത്, നമ്മൾ ഓൾറെഡി സെപ്പോളിയിൽ നിന്ന് മിനാറ്റോയിലേക്ക് ചെയ്തു. മിനാറ്റോയിൽ സെപ്പോളി ചെയ്തത് കംപ്ലീറ്റ് ആവണേക്കാളും മുന്നേ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ അടുത്ത ടാസ്ക് വന്നത് ജോയിൻ സോണിയം ഡിസ്കോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ഡിസ്കോഡ് കൊടുക്കുക. ഇതൊരു ഓപ്ഷണൽ ടാസ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ടാസ്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കോഡ് ഓപ്പണായി വരും. ആ ഓപ്പണായി വരുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ സോണിയത്തിൻ്റെ സെർവറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസ്കോഡ് ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ജോയിൻ സോണി എന്ന് കൊടുക്കുക. അപ്പോൾ അവർ സെർവർ ഓപ്പൺ ആയ ശേഷം എന്ത് ചെയ്യുക, നിങ്ങളവിടെ കംപ്ലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വായിക്കുക. ഡിസ്കോഡിലെ ഓരോ ഇതിനെ പറയുന്നത് ചാനൽസ് അല്ല, സെർവേഴ്സാണ്. ഇവിടെ നമുക്ക് വെരിഫൈ എന്ന ബട്ടൺ കാണാൻ പറ്റും. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതെന്നാണ് ചോദിക്കുന്നത്, IRSU എന്നാണ് നമുക്കിവിടെ കാണുന്ന കോഡ്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുക, ക്യാപിറ്റൽ IRSU. അത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു. യു ഹാവ് ബീൻ വെരിഫൈഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ സെർവറിലുള്ള വെയിറ്റിംഗ് റൂം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അവർ ഡിസ്കോഡിൽ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരിച്ച് വരിക, നമ്മുടെ നേരത്തെ ക്വസ്റ്റിലേക്ക് വരിക, നമ്മളത് വെരിഫൈ ചെയ്യുക. അത് കംപ്ലീറ്റ് ആയി. അടുത്തെന്ന് പറയുന്നത് ക്ലെയിം റിവാർഡ്സ് ആണ്. ഇതൊരു ഓപ്ഷണൽ അല്ല, കാരണം ഇത് കംപ്ലീറ്റ് ചെയ്താണ് ഫിനിഷ് ഓൾ സ്റ്റെപ്സ് നമുക്ക് കാണിക്കുള്ളൂ. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200-300 രൂപയുടെ അടുത്തുള്ള നിങ്ങൾക്ക് എന്ത് വേണം, എതീറിയം OP മെയിൻ നെറ്റിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ ഈ ഒരു നെറ്റ്വർക്ക് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ OP മെയിൻ നെറ്റ് കാണാൻ പറ്റും. ഈ OP മെയിൻ നെറ്റ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് നെറ്റ്വർക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കുറേ നെറ്റ്വർക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ OP മെയിൻ നെറ്റ് കാണാൻ പറ്റും. ഒപ്റ്റിമിസം നെറ്റ്വർക്ക് നൽകിയിട്ട് ഇപ്പം എൻ്റെ പേരെടുക്കണ്ടാവുക, അത് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ആ ഒപ്റ്റിമിസം ചെയിൻ്റെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റും, ഒരു സെക്കൻഡ്, ഒപ്റ്റിമിസം ചെയിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ചെയിൻ കാണാൻ പറ്റും. പിന്നെ ഈ ചെയിൻ്റെ ഉള്ളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എതീറിയം അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എയർ ഡ്രോപ്പ് വഴി കുറച്ച് ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫണ്ടിൽ ഞാനിപ്പോൾ ഒരു $5 ആകെ അയച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ഇത് ക്ലെയിം ചെയ്യാൻ വരുന്നത്. അപ്പോൾ ബൈനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ID കോപ്പി ചെയ്യുക. എന്നിട്ട് ബൈനാൻസിൽ പോയിട്ട് നിങ്ങളുടെ വാലറ്റിൽ പോയിട്ട് വിഡ്രോ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ആദ്യം തന്നെ നിങ്ങൾ എതീറിയം മേടിച്ചിടണം. ഒരു $10 എങ്ങനെ എതീറിയം മേടിച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു $5 എതീറിയം എങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ എങ്ങോട്ട് സെൻഡ് ചെയ്യുക, ഈ ഒപ്റ്റിമിസം ചെയിനിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ സെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് OP നെറ്റ്വർക്കാണ് ചൂസ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ OP നെറ്റ്വർക്കിൽ എന്ത് ചെയ്തു, എൻ്റെ ഒരു $5 ഇവിടെ വന്നിട്ടുണ്ട്, 5.25 വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ മിൻറ്റ് ക്യൂബ് ടു ക്ലെയിം എന്ന് കാണിക്കുന്നത്. ഞാൻ മിൻറ്റ് ക്യൂബ് ടു ക്ലെയിം കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ OP മെയിൻ നെറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോണിയം ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് നെറ്റ്വർക്കിലാണ്, ഏതിൻ്റെ ടോപ്പ് ഏതിലാണ്, OP സ്റ്റാക്കിൻ്റെ ടോപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് OP നെറ്റ്വർക്ക് വന്നത്. ഞാൻ കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എനിക്ക് ആ ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള ചെറിയൊരു എമൗണ്ട്, വളരെ ചെറിയ എമൗണ്ട്, 0.0000 എന്ന ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ കയ്യിൽ നിന്നുള്ള OP നെറ്റ്വർക്കിലുള്ള എതീറിയം പോകുന്നു. അതിനുശേഷം എന്തു, എനിക്കത് റിവാർഡ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ലെവൽ 1 കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ കാണിക്കുന്നു. അപ്പോൾ ഞാനത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഫിനിഷ് ഓൾ സ്റ്റെപ്പ് എനിക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാനുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ട്രാൻസാക്ഷൻ എല്ലാതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാനിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എത്ര രൂപ പോയി നമുക്ക് നോക്കാം. കണ്ടില്ലേ, 5.26 ഉണ്ടായിരുന്നത് എൻ്റെ ആകെ പോയത് $0.20 മാത്രമാണ്. എൻ്റെ ആകെ എന്ത് ചെയ്തത്, എനിക്കൊരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകാൻ വിടുന്നത്. അതിനെ പറഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് പോവുക. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ എല്ലാവരും ചെയ്യുക, എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടാസ്കുകളൊന്നും ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ സോണിയത്തിൻ്റെ സൈറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ കാണാൻ പറ്റും, സോണിയത്തിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രിഡ്ജ് എന്ന് കാണാൻ പറ്റും. ആ ബ്രിഡ്ജ് മാത്രം വെറുതെ
ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൈറ്റിലേക്കായിരിക്കും പോവുക സോണിയത്തിൻ്റെ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തപോലെ തന്നെ വാലറ്റ് കണ്ടതിന് ശേഷം വെറുതെ സെപ്പോളിൽ നിന്ന് മിനാറ്റോയിലേക്ക് സെപ്പോളിൽ നിന്ന് വെറുതെ കണക്ട് ചെയ്ത് പോകുക. അല്ലാത്തവരാണ് ഞാൻ പറയുന്നത് ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റിവാർഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗാലക്സി കംപ്ലീറ്റ് ചെയ്യണ പോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ നമ്മൾ സോണിയ മിനാറ്റോയുടെ എല്ലാ ഫസ്റ്റ് ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി, ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ട്രെൻഡിങ് നൗ സോണിയത്തിൻ്റെ ഒരു വളരെ എളുപ്പമുള്ള ടാസ്ക്കാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നതിന് മുന്നേ അപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ വേറെ ഒന്നും ചെയ്യാനില്ല, വെറുതെ സോണിയുടെ സാധനത്തിലൊക്കെ വായിക്കാനുള്ളൂ. സ്റ്റാർ ലാപ്പ് നമ്മൾ നേരത്തെ വായിച്ച സാധനം തന്നെ നെക്സ്റ്റ് അടിച്ച് വിടുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന കാണാൻ പറ്റും. ലേൺ അബൌട്ട് സോണിയം ബ്ലോഗ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നേരെ തിരിച്ചു വരിക, അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ വെക്കുക. അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. റീഡ് സോണീസ് പ്രസ് റിലീസ് അത് പോവുക. അപ്പോൾ അതും ഓപ്പൺ ആയി കഴിഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ നേരെ തിരിച്ചു വരിക, കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞ് ക്ലെയിം റിവാർഡും കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആ ക്ലെയിം റിവാർഡ് നേരത്തെ പോലെ തന്നെ ഒരു ക്യൂബ് മിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മിൻറ്റ് ക്യൂബിറ്റ് ക്ലെയിം കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇത് ഒന്നിലേക്ക് നിങ്ങൾക്ക് ലെയർ 3 ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറ്റോടെ കുറച്ച് ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രാവശ്യം അങ്ങോട്ട് ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ അത് മാത്രം ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൻ നെറ്റ് ലൈവ് ആകുമ്പോൾ നിങ്ങൾ ചെയ്താൽ എത്ര പ്രാവശ്യം ട്രാൻസാക്ഷനൊക്കെ ചെയ്തിട്ടുള്ളതനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ റിവാർഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ എല്ലാ ദിവസം ഒരു 2-3-4 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക, ഈ സെപ്പോളിയ നെറ്റ്വർക്കിലേക്ക്, എതീറിയം സെപ്പോളിയ നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എതീറിയം ഇങ്ങനെ ക്ലെയിം ചെയ്തിടാൻ നോക്കുക. 1-2 പ്രാവശ്യം എതീറിയം എന്ത് ചെയ്യുക, ഇങ്ങനെ ക്ലെയിം ചെയ്തിടാൻ നോക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സെപ്പോളിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് വീണ്ടും വേറെ കുറേ ടെസ്റ്റ് നെറ്റുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വീണ്ടും ഇങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുക, നിങ്ങൾ ആ നേരത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ തന്നെ അത് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എതീറിയം നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഞാനത് കണ്ടിന്യൂ നിൽക്കുകയാണ്. അപ്പം എൻ്റെ 2 ക്യൂബ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ക്യൂബ് മിൻറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് ഈ ലെയർ 3 ഉള്ളിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റേ ഇത് മാത്രമേ ചെയ്താൽ മതി. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെൻഡിങ് നൗ സ്വാപ്പ് ഓൺ സോണിയ മിനാറ്റോ സെറ്റാണ്. അപ്പോൾ നമുക്കൊരു വെരി ലോങ് സ്വാപ്പ് എന്ന് പറഞ്ഞൊരു സൈറ്റിൻ്റെ ഉള്ളിലുള്ളതാണത്. ഞാൻ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇൻട്രോ ടു വെരി ലോങ് സ്വാപ്പ് എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡെക്സ് ആണെന്ന് പറഞ്ഞത്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബ്രിഡ്ജ് ടു സോണിയൻ ടെസ്റ്റ് നെറ്റാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി അത് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് ഓൾറെഡി ഇത് ഓപ്ഷനിലാണ്, കാരണം നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തിട്ടല്ല വന്നത്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തതിന് ശേഷം സ്വാപ്പ് ഓൺ സോണിയം മിനാറ്റോ എന്ന് പറഞ്ഞത്, ഇവിടെയാണ് നമുക്ക് ഓപ്പൺ വെരി ലോങ് സ്വാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുന്നു. അതിനുശേഷം വെരി ലോങ് സ്വാപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വെരി ലോങ് സ്വാപ്പിൻ്റെ സൈറ്റിലേക്ക് പോകുന്നു. അതും ടെസ്റ്റ് നെറ്റാണ്, ഇതും ഓപ്ഷനിലായിട്ട്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ചെയ്യാം. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്കിവിടെ കണക്റ്റ് വാലറ്റ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം കൊടുക്കുക, സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. സെപ്പോളിയിൽ നിന്ന് മിനാറ്റോയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സ്വാപ്പ് ചെയ്യാനാണ് മതിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എതീറിയം ഒരു 0. എൻ്റെ അവൈലബിൾ കാണിച്ചിട്ടുണ്ട് 0.002 ആണ് ഞാൻ കൊടുക്കുന്നത്. 0.02 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എത്രയോ ലക്ഷം USDC ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 1 USDC ഇത്ര വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ സ്വാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എനിക്ക് കൺഫേം സ്വാപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു എതീറിയത്തിൽ നിന്ന് എന്ത് പറയുന്നത് USDCയിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ആ USDC നമ്മൾ ഇതിൽ വന്ന് നടക്കും, നമ്മുടെ മിനാറ്റോ ടെസ്റ്റ് നെറ്റിലേക്ക് നിന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് കൺഫേം കൊടുക്കുന്നു. ആഡ് USDC ടു വാലറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ നമ്മൾ ചെയ്ത വാലറ്റ് നമ്മൾ കൺവേർഷൻ ചെയ്തില്ലേ, ആ സാധനം എന്ത് ചെയ്യണം, നമ്മുടെ USDC നമ്മുടെ ഇതിലേക്ക് കൊടുക്കണം. അപ്പോൾ USDC എന്നാണ് ടോക്കൻ്റെ പേര്. ആഡ് ടോക്കൺ കൊടുക്കുന്നു. ആ ടോക്കണാണ് നമ്മുടെ ഇതിലേക്ക് പോവുക, നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ USDCയിൽ ഇതിലേക്ക് പോവുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി ഒരു ടോക്കൺസ് എന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ USDC ഇത്രയും വന്നിവിടെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്ത് വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതൊന്നും വലിക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ ടെസ്റ്റ് ടോക്കൺസ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. നമ്മൾ നേരെ തിരിച്ചിവിടെ വരിക, കണ്ടിന്യൂ കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിക്കല്ലോ. അപ്പോൾ സ്വാപ്പ് ചെയ്തു. ഇനി ക്ലെയിം റിവാർഡ് കൊടുക്കാൻ വന്നത് നേരത്തെ പറഞ്ഞ പോലെ OP മെയിൻനെറ്റിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടാസ്കുകൾ ക്ലെയിം റിവാർഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ അത് ചെയ്തിടുന്നുള്ളൂ ലെയർ 3 വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, എതീറിയം ഉള്ളവർ മാത്രം ഇത് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യേണ്ട, ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട, വെറുതെ മസ്റ്റ് കാണിച്ച ബ്രിഡ്ജിങ് മാത്രം ചെയ്തിട്ടാൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ക്രെഡൻഷ്യൽ മിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാസ്ക് കൂടി കംപ്ലീറ്റ് ആവും. അങ്ങനെ 3 ടാസ്ക്കാണ് നമുക്ക് ടോട്ടലി സോണിയത്തിൻ്റെ ടെസ്റ്റ് നെറ്റ്വർക്കിൽ ആകെ ഉള്ളത്.
അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നുകിൽ സോണിയത്തിൻ്റെ സൈറ്റിൽ പോയിട്ട് അവിടെ ബ്രിഡ്ജ് ചെയ്ത് വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരിക്കും. എവിടെ വന്നിട്ട് ഈ ലെയർ 3 വന്നിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കരുത്. ഇവരുടെ മെയിൻ നെറ്റ്വർക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ റിവാർഡ് ഇറങ്ങുക. മെയിൻ നെറ്റ്വർക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ടോക്കൺ മാർക്കറ്റിൽ റിലീസ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് വിറ്റ് നമുക്ക് പൈസ ഇടാൻ പോവുക. മറ്റേ എയർ ഡ്രോപ്പുകൾ പോലെ, ടെലഗ്രാം എയർ ഡ്രോപ്പ് പോലെ 1 മാസം 2 മാസം കൊണ്ടൊന്നും ചിലപ്പോൾ വരില്ല. ചിലപ്പോൾ ഒരു 6 മാസം 7 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രിഡ്ജൊക്കെ ചെയ്യുക. ഓരോ ദിവസം 2 പ്രാവശ്യമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പോളിൽ നിന്ന് മിനാറ്റോയിലേക്ക്, മിനാറ്റോയിൽ നിന്ന് സെപ്പോളിലേക്കൊക്കെ വെറുതെ ബ്രിഡ്ജ് ചെയ്യുക. ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം ബ്രിഡ്ജ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ കൗണ്ട് കൂടാം. അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കൂടുതൽ റിവാർഡ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അവർ കമ്പൾസറി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും പുതിയ ടാസ്കുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അതിലും ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.